ഇപ്പോൾ തട്ടിമാറ്റി പോലെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. ടർബോ എന്ന സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. പേഴ്സണലി ആ സിനിമ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളൊരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടൊരു ബോധമാണ് ഏത് തരത്തിലുള്ള സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത്. ഒരു മാസ് ആക്ഷൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത് അതിൽ ക്ലീശ സ്ക്രിപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലീശ കഥയായിരിക്കും, അല്ലെങ്കിൽ ഈ ലോജിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം അത്തരം സിനിമകൾ കാണാൻ. അപ്പോൾ ഇതൊന്നും അറിയാതെ വെറുതെ ഒരു വ്യക്തമായൊരു ബോധമില്ലാതെ മാസ് ആക്ഷൻ പോലുള്ള ടർബോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് അതിൽ സ്ക്രിപ്റ്റ് പോരാ അല്ലെങ്കിൽ ലോജിക്കില്ല എന്ന് പറയുന്നതിൽ സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത കുറേ പൊട്ടന്മാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു മാസ് ആക്ഷൻ സിനിമ എടുത്തു നോക്കുന്ന സമയത്ത് ജയിലർ, ഇപ്പോൾ ലിയോ, KGF, ഇതിലൊന്നും ഭയങ്കരമായ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ക്ലീശ കാര്യങ്ങളാണുള്ളത്. ഒന്നില്ലെങ്കിൽ രക്ഷകന് അല്ലെങ്കിൽ ഭയങ്കരമായൊരു ഡോണായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് എല്ലാ മാസ് ആക്ഷൻ സിനിമകളിലും ഉള്ളത്. അപ്പോൾ അത്തരം സിനിമകൾ കാണാൻ പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് ശരിക്കും പൊട്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു മാസ് ആക്ഷൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ധാരണ വേണം, അതൊരു ക്ലീശ സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ലോജിക്ക് കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കരുതിയിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ടർബോ എന്ന സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ ടർബോ എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്ക എന്ന നടൻ്റെ ഒരു പൂണ്ട് വിളയാട്ടാണ് ഈ ഒരു സിനിമ. അതായത് അവസാന 20 നിമിഷത്തിലുള്ള ഒരു ഫൈറ്റ്, പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം അത്യാവശ്യം നല്ലൊരു ടർബോ ലെവലിൽ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. 73 വയസ്സിൽ അദ്ദേഹം എടുക്കുന്ന ആ എഫേർട്ട്, അല്ലെങ്കിൽ അവസാന 20 നിമിഷത്തെ ആ ഫൈറ്റ് ഉണ്ടല്ലോ, ഒരിക്കലും ആ ഒരു വയസ്സിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. മമ്മൂക്ക എന്ന നടൻ്റെ ആ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു വയസ്സിലെടുക്കുന്ന ആ ഒരു എഫേർട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ടിക്കറ്റ് എടുത്ത് 100% കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ടർബോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു മാസ് ആക്ഷൻ സിനിമ എന്നും കാണുന്ന സമയത്ത് നമ്മളിതൊക്കെ മാറ്റി വെക്കണം. നമ്മൾ ആ ഒരു വൈബിൽ വേണം ഈ ഒരു സിനിമകൾ കാണാൻ. അല്ലാതെ കുറേ പേര് റിവ്യൂല് പറയുന്നത് സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റിൽ ഒന്നുമില്ല. ആദ്യം സിനിമ നമ്മൾ ഏത് തരത്തിലുള്ള സിനിമയാണെന്ന് മനസ്സിലാക്കിയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ടർബോ എന്ന സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, ഈ സിനിമ നല്ല ഓടുകയും ചെയ്യും, അത്യാവശ്യം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുകയും ചെയ്യും. മമ്മൂക്കയുടെ ആദ്യ 100 കോടി ചിത്രം ഇതായിരിക്കും, നോക്കിക്കോ. ഓക്കെ, ഇപ്പോൾ ടർബോ അടിപൊളിയാണ്.